അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങ കൊണ്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ മുരിങ്ങ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് നാളികേരം, ചെറിയുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, മുരിങ്ങ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അതിലേക്ക് ചേർക്കാൻ പോണത് മുരിങ്ങ ഉണക്കിയതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. പച്ചരി ഇട്ട് കൊടുക്കുക. കുതിർത്ത് വെച്ച പച്ചരി മിക്സി ഇട്ടെടുത്തിട്ട് ഉണക്കി പൊടിച്ച മുരിങ്ങൻ്റെ പൊടിയാട്ടത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. നാളികേരം, പച്ചമുളക്, ചെറിയ ജീരകം, ചെറിയുള്ളി, പിഞ്ചുപ്പ് കേട്ടോ. ഇതേ ലൂസിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വാട്ടർ ചെയ്യാറുമ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ. നേരെ കട്ടില്ലാതെ കിട്ടുള്ളൂ. കാരണം കുറച്ച് ഇട്ടെടുക്കണമെങ്കിൽ ബാറ്റർ ലൂസാവണം കേട്ടോ. അതെ, ഇതൊരു രീതിക്കാണ് കേട്ടോ ബാറ്റർ തയ്യാറാക്കിയിട്ട് കട്ട് ചെയ്താക്കി ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. മുരിങ്ങൻ്റെ പച്ചച്ചൊയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ആരോഗ്യത്തിന് മുരിങ്ങൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയില്ലല്ലോ അല്ലേ. ഓരോന്നായി ചുട്ടെടുക്കാം കേട്ടോ. കണ്ണിനും എല്ലിനും എല്ലാം കൂടെ നല്ലതാണ് കേട്ടോ. ചെറിയ കയ്യിലായി വരണം കേട്ടോ. വീണ്ടും ഒഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ തവിക്ക് തന്നെ തവി കൊണ്ട് തന്നെ ഒഴിക്കുക. ഞാൻ ചെറിയ കയ്യിലാണ് കൊണ്ടുള്ളത്. മുരിങ്ങ പൗഡർ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബീൻസ് കുതിർത്ത് വെച്ചാണ് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല എരിവാണ്. കറി ഉണ്ടമുളകിന് നല്ല എരിവാണ്. അപ്പോൾ എനിക്കിഷ്ടം മറ്റേ മുളകാണ്, പക്ഷെ ഇത് നല്ല എരിവാണ്. 3 മുളക് മതി കേട്ടോ. കുക്കറിലിട്ട് 4-5 വിസിൽ വരോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിട്ടോ. കറി വെന്ത് കഴിഞ്ഞപ്പോൾ ചെറിയ പാൻ വെച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ച് 2 കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിടണം കേട്ടോ. നമുക്ക് കറിൻ്റെ ഒക്കെ അങ്ങനെ കഴിക്കാം. ചെറുതായി കഴിഞ്ഞാൽ എടുത്തെടുത്തിട്ട് വെക്കാം. ഞാൻ കറിവേപ്പില കറിൻ്റെ ഒപ്പം അരച്ച് ചേർക്കും കേട്ടോ.
കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്.